നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിനായുള്ള സംസ്ഥാന ടീമിന്റെ പരിശീലനം കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്നു. കപ്പ് തിരിച്ചുപിടിക്കുവാനുള്ള സാധ്യത പങ്കുവച്ച് കോച്ചും ക്യാപ്റ്റനും 22 പേരടങ്ങുന്ന കേരള സംഘമാണ് കോതമംഗലത്ത് പരിശീലനം നടത്തുന്നത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിനുള്ള സംസ്ഥാന ടീമിന്റെ പരിശീലനം കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്നു. ലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ ചങ്കിടിപ്പാണ് ഫെബ്രുവരി 21 അരുണാചൽ പ്രദേശിൽ അരങ്ങേറുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരം. 22 പേരടങ്ങുന്ന കേരള സംഘം 15 വരെ കോതമംഗലത്ത് പരിശീലനം തുടരും. രാവിലെ 7:30 മുതൽ 9 വരെയും വൈകിട്ട് 4 മുതൽ 6:30 വരെയുമാണ് പരിശീലനം. നിജോ ഗിൽബർട്ടാണ് കേരളത്തിന്റെ നായകൻ. സദീവൻ ബാലൻ മുഖ്യ പരിശീലകനുമാണ്. കോതമംഗലം MA കോളേജിന്റെ താരമായ നിധിൻ മധു ഉൾപ്പെടെ 22 പേരടങ്ങുന്ന കേരള സംഘമാണ് കോതമംഗലത്ത് പരിശീലനം നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നതെന്നും നല്ല കോച്ചും ഒത്തിണക്കമുള്ള ടീമുമുള്ള കേരളം കപ്പ് തിരിച്ചുപിടിക്കുമെന്നും ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ട് പറഞ്ഞു. പ്രതീക്ഷയിലാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കോച്ച് പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ വന്നെന്ന് വരും. പിന്നെ ഇപ്പോൾ ക്യാമ്പ് വിചാരിച്ച രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം KPL മാച്ചസ് കൂടെ നടക്കുന്നതുകൊണ്ട് പ്ലേയേഴ്സ് അവിടെ ഇവിടെ ട്രാവൽ ചെയ്ത് നിൽക്കുന്നു. പക്ഷെ ഉള്ളത് കൊണ്ട് നല്ലൊരു ക്യാമ്പാണ് ഇപ്പോൾ നടക്കുന്നത്. നല്ലൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ റൗണ്ടിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും തിരിച്ചു പിടിക്കേണ്ട പ്രതീക്ഷയിലാണ് പോകുന്നത്. തിരിച്ചു പിടിക്കും. നല്ല ടീമുണ്ട്, നല്ല കോച്ചുണ്ട്, പിന്നെ നല്ല ഒത്തിണക്കമുണ്ട്. ഉറപ്പായ ടീം കപ്പടിക്കും. വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നും എതിരാളികൾ ശക്തരായതുകൊണ്ട് കടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നതെന്നും കോച്ച് സദീവൻ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്വാളിഫയിങ് റൗണ്ടിൽ പ്രിപ്പറേഷൻ അധികം സമയം കിട്ടിയില്ല. മഴ കാരണം ഒരുപാട് ദിവസങ്ങൾ മിസ്സായി. അതുകൊണ്ട് കുറച്ച് ഫിസിക്കൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചതും സ്റ്റാർട്ട് ചെയ്തതും. പക്ഷേ അതിനിടയിൽ KPL വന്നത് കാരണം ക്ലബ്ബുകൾക്ക് അവരുടെ കളിക്കാരെ വിട്ടുകൊടുക്കേണ്ട സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ട്രെയിനിങ്ങിൽ. എന്നിരുന്നാൽ കൂടി നമ്മൾ അരുണാചലിലാണ്, ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് കളി. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ ഒത്തുപോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് മൂന്നാർ മാത്രമാണ് അതിനൊരു ഫെസിലിറ്റി ഉള്ളത്. പക്ഷേ അവിടെ ഗ്രൗണ്ട് വളരെ മോശമാണെന്നാണ് അറിവ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ അരുണാചലിൽ പോയി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏക മാർഗം. അതുപോലെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല സ്ട്രോങ് ടീമുകളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. ഇതെല്ലാം നമ്മൾ നാഷണൽ ഗെയിംസിൽ പങ്കെടുത്ത കളിച്ച 2-3 ടീമുകളുണ്ട്. അപ്പോൾ അവരെന്ത് തന്നെ വന്നിരുന്നാലും നമ്മളെയും നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് അവരുമായിട്ടൊരു നല്ല സ്ട്രോങ് മാച്ച് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.